ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് എളുപ്പത്തിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറി നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ എല്ലാവരും വായോ. നമുക്കിതിനായിട്ട് മെയിനായിട്ട് വേണ്ട ഐറ്റം കുക്കറാണ്. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ളി, സവാള ചെറുതായിട്ട് അരിഞ്ഞത്, തക്കാളി ചെറുതായിട്ട് നുറുക്കിയത്, പച്ചമുളക് 2 എണ്ണം, കറിവേപ്പില. ഇത് മസാല ഐറ്റംസ് ആണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല. പിന്നെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഇത്ര ഞാൻ ഒഴിച്ചെന്നേ ഉള്ളൂ, നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതിയാവും. ഇത് ഞാൻ മുട്ട 3 എണ്ണം എടുത്ത് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് കത്തിച്ച് കുക്കറിൽ അതിലേക്ക് വെള്ളമൊക്കെ വലിഞ്ഞ് കുക്കർ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ആവശ്യത്തിന് ഒഴിക്കാം, നിങ്ങളുടെ ആവശ്യത്തിന്. വെളിച്ചെണ്ണ ഒഴിക്കുന്നതായിരിക്കും നല്ലത്, കാരണം ടേസ്റ്റ് വെളിച്ചെണ്ണയ്ക്കായിരിക്കും. വെളിച്ചെണ്ണയിൽ ഉപയോഗിക്കുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതൽ. ഇതിലേക്ക് നമുക്ക് കടുകും മുളകും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില. ഇനി നമ്മൾ ചെറുതായിട്ട് അടുപ്പിൽ നിന്ന് ഇതൊന്ന് മാറ്റിയിട്ട് നമ്മുടെ ഈ മസാലകളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. മസാല അടുപ്പിൽ നിന്ന് വാങ്ങി ഒന്ന് മാറ്റി വെച്ചിട്ട് വേണം ഈ മസാല ഒന്ന് മൂപ്പിക്കുക. മസാലയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പം മസാല ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് ബാക്കിയുള്ള എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഇത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം. ഇത് ബാച്ചിലേഴ്സിനൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. മുട്ടക്കറി എല്ലാവരുടെയും ഫേവറേറ്റ് ആയിരിക്കുമല്ലോ. ഇനി ഇത് ഒന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ചതിന് ശേഷം ഒരു 2 അല്ലെങ്കിൽ 3 വിസിലടിക്കുമ്പോഴത്തേക്കിനും ഇത് പാകമായിരിക്കും. ഞാൻ മുട്ടയൊന്ന് ഇങ്ങനെ പൊളിച്ചിട്ട് ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. വരഞ്ഞു കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മസാല എല്ലാം നല്ലതായിട്ട് അതിൽ പിടിച്ച് കിട്ടും. ഇപ്പോൾ വിസിലൊക്കെ ആവിയൊക്കെ പോയി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചൂടൊന്നും വെള്ളമൊന്നും വലിഞ്ഞ് കുറുക്കിയെടുക്കാം നമുക്കിത്. നമുക്ക് ഗ്യാസ് ഒന്നുകൂടെ കത്തിച്ചു കൊടുക്കാം. നമ്മൾ വരഞ്ഞ് വെച്ചിരിക്കുന്ന മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വരഞ്ഞ് വെച്ചേക്കുന്നതിലോട്ടൊക്കെ ആ മസാല ഒന്ന് ഇറങ്ങാൻ വേണ്ടി. ഒന്ന് കുറുക്കിയെടുക്കുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെ വേണ്ടവർക്ക് ഇങ്ങനെയും കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നല്ല ഇച്ചിരി ഡ്രൈ ആക്കി എടുക്കുന്നതായിരിക്കും ബെറ്റർ ടേസ്റ്റ്. ലേശം ഉപ്പ് കുറവുണ്ട്, ഉപ്പൂടെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെയോ പൂരിയുടെ കൂടെയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസിൻ്റെ കൂടെ കഴിക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ലതാണ്. ജോലിയുള്ള അവർക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഐറ്റമാണ്. ബാച്ചിലേഴ്സിനും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.